ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 100 ഡേയ്സ് ചലഞ്ചിലെ 48ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ ലോഹങ്ങൾ, ആൽക്കലി ലോഹങ്ങൾ, ഈ ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ LPUP സ്പെഷ്യൽ വീഡിയോസ് ഉണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് പരിശോധിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് പഠിക്കാവുന്നതാണ്. പിന്നെ നമുക്കിനി 100 ഡേയ്സ് ഒന്നും ഇല്ല എന്നറിയാം. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ടൈം ടേബിൾ മാറ്റി നിങ്ങളുടേതായ രീതിയിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കാനുള്ള ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ ഒരു 50 ദിവസമാണ് പരീക്ഷയ്ക്ക് ഉള്ളതെങ്കിൽ ആ 50 ദിവസത്തെ 2 ഭാഗങ്ങളാക്കുക. അപ്പോൾ 25 ദിവസമായിട്ട് കിട്ടും. അതിൽ ആ 25 ദിവസം കൊണ്ട് ടോപ്പിക്സ് ഫുള്ള് പഠിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി 25 ദിവസത്തെ വീണ്ടും 2 ഭാഗങ്ങളാക്കി തിരിക്കുക. ഓക്കെ, 15ഉം 10ഉമായിട്ട് തിരിക്കുക. 15 ദിവസത്തിൽ ആദ്യത്തെ റിവിഷൻ ചെയ്യുക, പിന്നത്തെ 10 ദിവസത്തിൽ പിന്നത്തെ റിവിഷൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നത്തെ ടോപ്പിക്ക് നമുക്ക് പഠിക്കാം, ലോഹങ്ങൾ. നമുക്കറിയാം, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളാണ് ലോഹങ്ങൾ. ഈ ലോഹങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ഓക്കെ, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആൾക്കാരാണ് ലോഹങ്ങൾ. ഇനി ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മെറ്റലർജി എന്നാണ്. ഇനി ലോഹങ്ങളുടെ ചാലകത നിശ്ചയിക്കുന്ന ഘടകം അതിലെ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണ്. അപ്പോൾ ലോഹങ്ങളുടെ ചാലകത നിശ്ചയിക്കുന്ന ഘടകം സ്വതന്ത്ര ഇലക്ട്രോണാണ്. ഓക്കെ, ഡക്റ്റിലിറ്റി. എന്താണ് ഡക്റ്റിലിറ്റി? ഒരു ലോഹത്തെ വലിച്ചു നീട്ടി നേരത്തെ കമ്പിയാക്കാൻ സാധിക്കുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് വിളിക്കുക. ഈ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം പ്ലാറ്റിനമാണ്. ഓക്കെ, ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം പ്ലാറ്റിനാണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ടങ്സ്റ്റൺ ആണ് കേട്ടോ. ഇനി മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലോഹത്തെ അടിച്ചു പരത്തി കനം കുറഞ്ഞ ഷീറ്റുകളാക്കി തകിടുകളാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. ആ പ്രത്യേകതയാണ് മാലിയബിലിറ്റി എന്ന് പറയുക. മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം സ്വർണം. ഇനി ടങ്സ്റ്റൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടങ്സ്റ്റൺ വൈദ്യുത ബൾബുകളിൽ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ്. ഈ ടങ്സ്റ്റൺ അങ്ങനെ ഫിലമെൻ്റായിട്ട് ബൾബുകളിൽ ഉപയോഗിക്കാൻ കുറച്ച് കാരണങ്ങളുണ്ട്, കുറച്ച് പ്രത്യേകതകൾ ടങ്സ്റ്റൺ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ആ പ്രത്യേകതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ടങ്സ്റ്റൻ്റെ പ്രത്യേകതകൾ: ഉയർന്ന ഡക്റ്റിലിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ഉയർന്ന റെസിസ്റ്റിവിറ്റി, അതുപോലെ ചുട്ടുപഴുത്ത് ധവളപ്രകാശത്തെ പുറത്തു വിടാനുള്ളൊരു കഴിവും കൂടെ ടങ്സ്റ്റനുണ്ട്. അതുകൊണ്ടാണ് അത് ബൾബുകളിൽ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഉരകല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് സീറിയം. അതുപോലെ ലോഹദ്യുതി. എന്താണ് ലോഹദ്യുതി? നമുക്കറിയാം, നമ്മൾ ലോഹത്തെ മുറിക്കുമ്പോൾ അതിൻ്റെ അറ്റം, ആ മുറിച്ച ഭാഗം തിളക്കമാർന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ലസ്റ്റർ അഥവാ ലോഹദ്യുതി എന്ന് പറയുന്നത് കേട്ടോ, ലോഹദ്യുതി. ഇനി ഗാലിയം എന്ന് പറയുന്ന ലോഹത്തിൻ്റെ പ്രത്യേകത, വളരെ ചെറിയ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലായി പോകുന്ന ഒരു ലോഹമാണ് ഗാലിയം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കൈവെള്ളയിൽ നമ്മുടെ കയ്യിലുള്ള ചൂടിൽ പോലും ഈ മെറ്റൽ ദ്രാവകമായിട്ട് മാറും. അതാണ് ഗാലിയം. ഓക്കെ, ഇനി ഈ ഗാലിയം മാത്രമല്ല, താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന മറ്റു ലോഹങ്ങളാണ് സീസിയവും മെർക്കുറിയും. ഓക്കെ, അപ്പോൾ കൈവെള്ളയിൽ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹമാണ് ഗാലിയം. അപ്പോൾ താഴ്ന്ന നിലയിൽ ഉരുകുന്ന മറ്റു ലോഹങ്ങളാണ് സീസിയവും മെർക്കുറിയും. താപചാലകത. താപം കടത്തിവിടാനുള്ള ലോഹത്തിൻ്റെ കഴിവിനെയാണ് താപചാലകത എന്ന് പറയുക. ഈ താപചാലകത ഏറ്റവും ഉയർന്നത് വെള്ളിയാണ്, സിൽവറാണ് ഏറ്റവും ഉയർന്ന താപചാലകതയുള്ള ലോഹം. അതിൻ്റെ തൊട്ടുപുറകിലായിട്ട് വരുന്ന മറ്റു ലോഹങ്ങൾ അലുമിനിയവും കോപ്പറുമാണ് കേട്ടോ. അതേസമയം വളരെ കുറഞ്ഞത്, ചാലകശേഷി വളരെ കുറഞ്ഞത് ബിസ്മത്ത് എന്ന് പറയുന്ന ലോഹമാണ്, ബിസ്മത്ത്. ഓക്കെ, ഇനി എന്താണ് സൊണോരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവ്. ലോഹത്തെ നമ്മൾ തട്ടിയാൽ കുറച്ച് നേരം ഒരു വൈബ്രേഷൻ പോലെ ഒരു സൗണ്ട് അത് പുറപ്പെടുവിക്കില്ലേ, ആ സൗണ്ടിന് വിളിക്കുന്ന പേരാണ് സൊണോരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇലത്താളം, മണികൾ, ഇവയിലൊക്കെ ഈ ഒരു സവിശേഷതയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. ഇനി ദ്രവണാങ്കമാണ്. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ടങ്സ്റ്റൺ ആണ്. 3422 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും ഉയർന്ന ദ്രവണാങ്കം, ടങ്സ്റ്റൺ ആണ്. മെർക്കുറിക്ക് ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ളത് മെർക്കുറിക്കാണ്, -39 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി തിളനില, ബോയിലിംഗ് പോയിൻറ്റ്. അത് ഏറ്റവും ഉയർന്ന തിളനിലയുള്ള ലോഹം റിനിയമാണ്. റിനിയം 5590 ഡിഗ്രി സെൽഷ്യസ് ആണ്.
അതേസമയം ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ളത് മെർക്കുറിക്കാണ്. 357 ഡിഗ്രി സെൽഷ്യസ് മതി, അപ്പോഴത്തേക്കും അത് തിളയ്ക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അടുത്തത് സാന്ദ്രതയാണ്. ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ള ലോഹങ്ങളാണ് ഓസ്മിയവും ഇറീഡിയവും. ഉയർന്ന സാന്ദ്രതയുള്ള ലോഹങ്ങളാണ് ഓസ്മിയം, ഇറീഡിയം. ഏറ്റവും താഴ്ന്ന സാന്ദ്രതയുള്ള ലോഹം ലിഥിയമാണ്, ലിഥിയം. ഇനി കാഠിന്യമാണ്. ഏറ്റവും ഉയർന്ന കാഠിന്യമുള്ള ലോഹം ക്രോമിയവും ഏറ്റവും താഴ്ന്ന കാഠിന്യമുള്ള ലോഹം സീസിയവുമാണ്. ഇത്തരം ചോദ്യങ്ങളൊക്കെ തെറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ പഠിച്ചു വെക്കണം. ഇനി കുറഞ്ഞ ദ്രവണാങ്കമുള്ള ലോഹങ്ങളും കൂടുതൽ ദ്രവണാങ്കമുള്ള ലോഹങ്ങളും ഒന്നിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവയെ വേർതിരിക്കാൻ നമുക്ക് ഉരുക്കി വേർതിരിക്കുന്ന രീതി ഉപയോഗപ്പെടുത്താം. ഓക്കെ, ഇനി ചില ലോഹങ്ങൾ നമ്മൾ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈദ്യുത വിശ്ലേഷണ പ്രക്രിയയിലൂടെയാണ് ശുദ്ധീകരിക്കുക. ആ പ്രക്രിയനെ നമ്മൾ വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം അഥവാ ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് എന്നാണ് പറയുക. ഇനി ഈ ലോഹങ്ങൾ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്, അതായത് നമ്മളുടെ ഭൂമിയിൽ കാണപ്പെടുന്ന ലോഹാംശം അടങ്ങിയ പ്രകൃതിയിലുള്ള വസ്തുക്കളിൽ നിന്ന് ചില രാസപ്രക്രിയകൾ വഴിയാണ് നമ്മൾ ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുക. അപ്പം ഇത്തരം പ്രകൃതിയിൽ കാണുന്ന വസ്തുക്കളെയാണ് നമ്മൾ ധാതുക്കൾ എന്ന് പറയുക. അപ്പോൾ ഈ ലോഹം വേർതിരിച്ചെടുക്കാൻ ഈ ധാതുക്കൾ ഉപയോഗിക്കണമെങ്കിൽ അതിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. അതാണത് സുലഭമായിരിക്കണം, എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ ലോഹത്തിൻ്റെ അംശം അതിൽ നല്ലോണം വേണം, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പ്രക്രിയകൾ ചെയ്യുന്നത് വേസ്റ്റ് ആയി പോകും അല്ലേ. ഇനി വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് അയിര് എന്ന് പറയുന്നത്, അയിര്. ഓക്കെ, ഇനി അയിരിൽ മാലിന്യങ്ങൾ കാണും. ആ മാലിന്യങ്ങൾ നമ്മൾ ഗാങ് എന്നാണ് പറയുക. ഇനി ഗാങ്ങിനെ നമ്മൾ നീക്കം ചെയ്യാൻ കുറച്ച് പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, അതിനെ നമ്മൾ ഫ്ലക്സ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഗാങ്ങിന് ആസിഡ് സ്വഭാവമാണുള്ളതെങ്കിൽ ബേസിക് സ്വഭാവമുള്ള ഫ്ലക്സാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഗാങ്ങിന് ബേസിക് സ്വഭാവമാണെങ്കിൽ അസിഡിക് സ്വഭാവമുള്ള ഫ്ലക്സ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഗാങ് ഫ്ലക്സുമായി പ്രവർത്തിച്ചിട്ട് സ്ലാഗ് എന്ന് പറയുന്നൊരു വസ്തുവാണ് ഉണ്ടാവുക. കേരളത്തിൽ കണ്ടുവരുന്ന ധാതുക്കളുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. മോണോസൈറ്റ്, ഇൽമനൈറ്റ്, തോറിയം. ഇതിൽ കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതു നിക്ഷേപമാണ് മോണോസൈറ്റും ഇൽമനൈറ്റും. തോറിയം എന്ന് പറയുന്നത് മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹമാണ് തോറിയം. ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ഓക്കെ, ഇനി കേരളത്തിലെ കടൽ തീരങ്ങളിൽ കാണുന്ന കരിമണലിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളിൽ അണുശക്തി പ്രാധാന്യമുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് തോറിയമാണ്. നമ്മൾ ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിലൊക്കെ ഉപയോഗിക്കുന്ന മൂലകമാണ് തോറിയം. ഇനി നിയോഡിമിയം ലോഹം ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു മോണോസൈറ്റാണ്, മോണോസൈറ്റ്. ഇനി ഈ നിയോഡിമിയം എന്ന് പറയുന്ന ലോഹം അത് വളരെ ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ്. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് നിയോഡിമിയം. ഇനി മോളിബ്ഡിനം എന്ന് പറയുന്നത് നമ്മൾ ട്യൂബ് ലൈറ്റിൻ്റെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് കേട്ടോ, മോളിബ്ഡിനം. നമ്മൾ കുറച്ച് അയിരുകളെ കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ കാണപ്പെടുന്ന കുറച്ച് അയിരുകളുടെ പേരുകൾ പഠിച്ചു വയ്ക്കണം. ഓരോ ലോഹവും ആ ലോഹത്തിൻ്റെ അയിരുകളും. അപ്പോൾ അലുമിനിയത്തിൻ്റെ അയിരുകളാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. ഇത് കാണാതെ തന്നെ പഠിച്ചു വയ്ക്കണം കേട്ടോ. ടിൻ എന്ന് പറയുന്ന ലോഹത്തിൻ്റെ അയിരാണ് കാസിറ്ററൈറ്റ്. ലെഡിൻ്റെ അയിരുകളാണ് ഗലീന, സെറുസൈറ്റ്, ലിഥാർജ്. കോപ്പറിൻ്റെ അയിരുകളാണ് മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ്, കോപ്പർ പൈറിറ്റിസ്. യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്. തോറിയത്തിൻ്റെ അയിരാണ് മോണോസൈറ്റ്. മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. ആൻറ്റിമണിയുടെ അയിരാണ് സ്റ്റിബ്നൈറ്റ്. സ്വർണത്തിൻ്റെ അയിരാണ് ബിസ്മത്ത് അറീറ്റ്. ബോറോണിൻ്റെ അയിരാണ് ടിൻകൽ. മാംഗനീസിൻ്റെ അയിര് പൈറോലുസൈറ്റ്. ടൈറ്റാനിയത്തിൻ്റെ അയിരുകളാണ് റൂട്ടൈൽ, ഇൽമനൈറ്റ്. ഇനി വനേഡിയത്തിൻ്റെ അയിരാണ് പെട്രോനൈറ്റ്. നിക്കലിൻ്റെ അയിരാണ് പെൻലാൻഡൈറ്റ്. ഇനി ബേരിയത്തിൻ്റെ അയിരാണ് ബറൈറ്റ്. അയൺ ഇരുമ്പിൻ്റെ അയിരുകളാണ് ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, അയൺ പൈറൈറ്റീസ്. ഇതെല്ലാം ഇരുമ്പിൻ്റെ, അയണിൻ്റെ അയിരുകളാണ്. ലിഥിയത്തിൻ്റെ അയിരുകളാണ് പെറ്റാലൈറ്റ്, സ്പോട്ടുമൈൻ, ലെപ്പിഡ്രോലൈറ്റ്.
സോഡിയത്തിൻ്റെ അയിരുകളാണ് അംബിബോൾ, റോക്ക് സാൾട്ട്, ചിലി സാൾട്ട് പീറ്റർ, ബൊറാക്സ്. പൊട്ടാസ്യത്തിൻ്റെ അയിരുകളാണ് സിൽവിൻ, കാർണലൈറ്റ്, ഫെൽസ്പാർ, സാൾട്ട് പീറ്റർ. മഗ്നീഷ്യത്തിൻ്റെ അയിരുകളാണ് മാഗ്നസൈറ്റ്, ഡോളമൈറ്റ്, കാൽസൈറ്റ്. കാൽസ്യത്തിൻ്റെ അയിരുകളാണ് ജിപ്സം, ഫ്ലൂസ്പാർ, ഡോളമൈറ്റ്. നമ്മളിങ്ങനെ ഈ പറയുന്നതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. കാരണം ഇത് ഒരേ തവണ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. അത് പോസ് ചെയ്ത് വെച്ച് എഴുതിയെടുത്ത് പഠിക്കണം. കാരണം നമ്മളുടെ അടുത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരു അയിര് തന്നിട്ട് താഴെ പറയുന്നതിൽ ഏതാണ് അതിൻ്റെ ഏത് ലോഹത്തിൻ്റെ അയിരാണിത് എന്ന് ചോദിക്കാം, തിരിച്ചും ചോദിക്കാം. ഓക്കെ. സിങ്കിൻ്റെ അയിരുകളാണ് സിങ്ക് ബ്ലെൻഡ്, കലാമിൻ, സിൻസൈറ്റ്. നമ്മൾ നോക്കാൻ പോകുന്നത് ആൽക്കലി ലോഹങ്ങളാണ്. നമുക്കറിയാം 1-ാം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുക. 1-ാം ഗ്രൂപ്പിൽ ലിഥിയം മുതൽ ഫ്രാൻസിയം വരെയുള്ള ആണ് ആൽക്കലി ലോഹങ്ങളിൽ പെടുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ ആൽക്കലി ലോഹങ്ങളിൽ മൃദുവായിട്ടുള്ള ലോഹങ്ങൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഈ 3 ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അതിൽ ലിഥിയത്തിൻ്റെ പ്രത്യേകതകളാണ് ആദ്യം നോക്കുന്നത്. ഏറ്റവും ലഘുവായിട്ടുള്ള ലോഹമാണ് ലിഥിയം, ഏറ്റവും മൃദുവായിട്ടുള്ള ലോഹമാണ്. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹമാണ് ലിഥിയം. അതുപോലെ മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹമാണ് ലിഥിയം. അതുപോലെ സാന്ദ്രത വളരെ കുറവാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്നത് സാന്ദ്രതയുടെ വാല്യൂ ആണ്. 0.534 ഗ്രാം/cm³ ആണ് ലിഥിയത്തിൻ്റെ സാന്ദ്രത കേട്ടോ. അതുപോലെ ഏറ്റവും വീര്യമുള്ള ഒരു നിരോക്സികാരി എന്നറിയപ്പെടുന്നത് ലിഥിയമാണ്. അടുത്തത് സോഡിയമാണ്. സോഡിയം നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു വസ്തുവാണ് ഉപ്പ് അല്ലേ, സോഡിയം ക്ലോറൈഡ്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട സംഭവമാണ് സോഡിയം. ഈ സോഡിയം ഹൈഡ്രജനും വെള്ളവുമായി പ്രവർത്തിക്കുമ്പോൾ സോഡിയം വെള്ളവുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തേക്ക് വിടുന്ന വാതകം ഹൈഡ്രജനാണ്. അതുപോലെ നമ്മൾ സോഡിയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉപോൽപ്പന്നമായി ലഭിക്കുന്നത് ക്ലോറിൻ. ഇനി സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം തയോസൾഫേറ്റ്. ഇതിലേക്ക് കണ്ടൻറ്റ് സോഡിയം ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഇതൊക്കെ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, സോഡിയം തയോസൾഫേറ്റ് സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ്. പിന്നീട് നമ്മൾ വേറൊരു അവസരത്തിലും കൂടി സോഡിയം തയോസൾഫേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഫിക്സറായിട്ട് ഉപയോഗിക്കുന്നത് ഈ സോഡിയം തയോസൾഫേറ്റ് ആണ്. നമ്മൾ ഹൈപ്പോ എന്നാണ് അതിനെ വിളിക്കുന്നത്. അടുത്തത് സോഡിയം അസൈഡ്. ഇത് കാറുകളിൽ ഉപയോഗിക്കുന്ന എയർ ബാഗുകളിൽ സുരക്ഷ നൽകാൻ ഉപയോഗിക്കുന്നത് ഈ സോഡിയം അസൈഡാണ്. അതുപോലെ കാസ്റ്റ്നർ കെൽനർ സെല്ല്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഉൽപ്പാദനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന സെല്ലിനെ വിളിക്കുന്ന പേരാണ് കാസ്റ്റ്നർ കെൽനർ സെല്ല്. അതുപോലെ സോഡിയം പെറോക്സൈഡ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അന്തർവാഹിനികളിൽ വായു ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നതാണ് സോഡിയം പെറോക്സൈഡ്. ഇനി ന്യൂക്ലിയർ റിയാക്ടറുകളിൽ കൂളൻ്റായി ഉപയോഗിക്കുന്നത് ലിക്വിഡ് സോഡിയമാണ്, കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി സോഡിയം ബൈകാർബണേറ്റ്, ത്വക്ക് രോഗങ്ങൾക്ക് ആൻറ്റിസെപ്റ്റിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം ബൈകാർബണേറ്റ്. ഇനി പൊട്ടാസ്യം ബൈകാർബണേറ്റും സോഡിയം ബൈകാർബണേറ്റും നമ്മൾ അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന സംയുക്തങ്ങളാണ്. ഇനി അവിടെ ബ്ലാക്ക് ആഷ്, പേൾ ആഷ് എന്ന് 2 കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. വ്യാവസായിക പ്രക്രിയയിലൂടെ ലഭിക്കുന്ന അശുദ്ധ രൂപത്തിലുള്ള സോഡിയം കാർബണേറ്റിനെയാണ് നമ്മൾ ബ്ലാക്ക് ആഷ് എന്ന് പറയുക. അപ്പോൾ ബ്ലാക്ക് ആഷ് എന്ന് പറഞ്ഞാൽ സോഡിയം കാർബണേറ്റ് ആണ്, പക്ഷെ അത് അശുദ്ധ രൂപത്തിലുള്ളതാണ് കേട്ടോ. ഇനി പൊട്ടാസ്യം ബൈകാർബണേറ്റ് എന്ന സംയുക്തമാണ് പേൾ ആഷ് എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ പൊട്ടാസ്യം ബൈകാർബണേറ്റ് ആണ് പേൾ ആഷ്, സോഡിയം ബൈകാർബണേറ്റ് ആണ് ബ്ലാക്ക് ആഷ്. അത് ഓർത്താൽ മതി. ഇനി നമുക്കറിയാം ബേക്കിംഗ് പൗഡർ എന്ന് പറയുന്നത് ഈ സോഡിയം ബൈകാർബണേറ്റിൻ്റെയും അതേപോലെ ടാർട്ടാറിക് ആസിഡിൻ്റെയും മിശ്രിതമാണ് ബേക്കിംഗ് പൗഡർ കേട്ടോ. സോഡിയം ബൈകാർബണേറ്റിൻ്റെയും ടാർട്ടാറിക് ആസിഡിൻ്റെയും മിശ്രിതമാണ്. ഇനി സോഡിയം നൈട്രേറ്റ് ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഡിയം സംയുക്തമാണ് സോഡിയം നൈട്രേറ്റ് കേട്ടോ. ഫെർട്ടിലൈസറായിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇനി പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞൊരു സോഡിയം സംയുക്തമാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. നമ്മൾ ഉപ്പായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ അത് റോഡിലെ മഞ്ഞുരുക്കി മാറ്റാൻ സഹായിക്കുന്നത് ഈ സോഡിയം ക്ലോറൈഡ്, ഉപ്പ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്.
ഇനി നമുക്ക് പൊട്ടാസ്യം നോക്കാം. പൊട്ടാസ്യം രക്തസമ്മർദ്ദ രോഗികൾ കറിയുപ്പിന് പകരം ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം ചേർന്ന ഒരു സംയുക്തമാണ്. അത് പൊട്ടാസ്യം ക്ലോറൈഡാണ്. അത് ഇന്ദുപ്പ് എന്നാണ് അറിയപ്പെടുക കേട്ടോ, ഇന്ദുപ്പ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഡിയം വെള്ളവുമായിട്ട് യോജിക്കുമ്പോൾ പുറത്ത് വിടുന്നത് ഹൈഡ്രജൻ വാതകമാണെന്ന് പറഞ്ഞു. ഇവിടെ പൊട്ടാസ്യത്തിൻ്റെ സ്ഥിതിയും അത് തന്നെയാണ്. പൊട്ടാസ്യം വെള്ളവുമായിട്ട് ചേരുമ്പോൾ പുറത്തേക്ക് വിടുന്നത് ഹൈഡ്രജൻ തന്നെയാണ് കേട്ടോ. ഇനി നൈറ്റർ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം നൈട്രേറ്റ് KNO3, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നൈറ്റർ. വെടിമരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് നൈറ്റർ. ഇനി നമ്മൾ പൊട്ടാസ്യത്തിൻ്റെ കുറച്ച് സംയുക്തങ്ങൾ, അതിൻ്റെ യൂസസ് ഒക്കെയാണ് നോക്കാൻ പോകുന്നത്. ആദ്യം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് നോക്കുന്നത്. നമ്മൾ ആൽക്കലൈൻ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അതേപോലെ ഈ ലിക്വിഡ് സോപ്പിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അടുത്തത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, KMNO4 എന്നാണ് നമ്മളതിൻ്റെ രാസസൂത്രം എഴുതാറുള്ളത്. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ഒരു പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്ത് വരുന്ന വാതകം ഓക്സിജനാണ് കേട്ടോ, ഓക്സിജനാണ്. ഇനി ബദാമിൻ്റെ മണമുള്ള വിഷവസ്തു എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം സയനൈഡാണ്. ബദാമിൻ്റെ മണമുള്ള വിഷവസ്തു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും മറ്റു ലോഹങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയും. രസതന്ത്രം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളത് തീർക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നുള്ളെങ്കിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളുടെ ചാനലിൽ LPUP സംബന്ധമായ വീഡിയോസ് നിറയെ ഇട്ടിട്ടുണ്ട്. നമ്മളുടെ ഈ 100 days സ്റ്റഡി ടൈം ടേബിളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് പരിശോധിച്ച് എല്ലാവരും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.